സോഷ്യൽ സൈക്കോളജിസ്റ്റ് ജോനാഥൻ ഹൈറ്റിൻ്റെ ദ റൈറ്റിയസ് മൈൻഡ് വൈ ഗുഡ് പീപ്പിൾ ആർ ഡിവൈഡഡ് ബൈ പൊളിറ്റിക്സ് ആൻഡ് റിലീജിയൻ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിൽ അദ്ദേഹത്തിൻ്റെ ചില റിസർച്ചുകളും അതിൻ്റെ ഫൈൻഡിങ്സുമാണ് പറയുന്നത്. ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം പറയുന്നത്, ഒരു മനുഷ്യൻ്റെ ഉള്ളിലും ചിമ്പാൻസിയും ബീസും ഉണ്ട്. ചിമ്പാൻസി എന്ന് പറഞ്ഞൊരു സ്മാർട്ടായിട്ടുള്ള ആനിമലാണ്, പക്ഷേ അതിന് ബിലോങ്ങിങ്നെസ് കുറവാണ്, അതിന് ലോയൽറ്റി കുറവാണ്. സ്വന്തമായിട്ട് സെൽഫിഷായിട്ട് ജീവിക്കുന്ന ഒരാളാണ് ചിമ്പാൻസി എന്ന് പറയാം. പക്ഷേ ബീസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നേരെ എക്സ്ട്രീമാണ്. ബീസ് എന്ന് പറയുന്നത് അവരെല്ലാവരും കൂടി ഒരു ഹൈവിന് വേണ്ടി നിലകൊള്ളതാണ്. അവരെല്ലാവരും കൂടി തേൻ കളക്ട് ചെയ്യാണ്. അത് ഞാനെടുത്ത തേനാണ്, ഇതെൻ്റെ തേനാണ്, അങ്ങനെയല്ല. എല്ലാവരും കൂടി അവരവരുടെ ജോലി പെർഫോം ചെയ്യാണ് ഒരു കോമൺ ഗുഡിന് വേണ്ടി. അതാണ് ബീസിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയാം. അത് നേരെ ചിമ്പാൻസിക്ക് എതിരാണ്. ഹൈറ്റ് പറയുന്നൊരു കാര്യം, ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ 90% ചിമ്പാൻസിയാണ്. സെൽഫിഷ് ചിമ്പാൻസിയാണ് ഒരു മനുഷ്യൻ്റെ ഉള്ളിലുള്ളത്. പക്ഷേ 10% അവൻ്റെ ഉള്ളിൽ ബീസ് ഉണ്ട്. കോമൺ ഗുഡിന് വേണ്ടി അവൻ പെർഫോം ചെയ്യും. മറ്റുള്ളവരെ കുറേയും കൂടി കരുതലോടൊക്കെ നോക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇന്നത്തെ ഗോസ്പലിൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ, നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് ഗോട്ടും ഷീപ്പും. എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ജീപ്പാണ്. നമ്മുടെ ഈ 10% ഷീപ്പുണ്ടല്ലോ, അത് 100% എങ്ങനെ മാറാൻ പറ്റും? ഇത് ഗോസ്പൽ നമ്മോട് ചോദിക്കുന്ന ചോദ്യം അതാണ്. പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരായിട്ട് മാറാൻ, ദൈവം നമുക്ക് വേണ്ടി സജ്ജമാക്കിയ സ്വർഗത്തിലേക്ക് എത്താൻ നമുക്ക് മുഴുവനായും ഷീപ്പായിട്ട് മാറണം. ജീപ്പല്ല, ഷീപ്പ്.